എറണാകുളം തിരുവാങ്കുളത്ത് 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു വന്ന കേസിൽ അമ്മ കസ്റ്റഡിയിലായിരിക്കുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഈ 5 ദിവസവും പോലീസിന് വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് 3.5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അച്ഛൻ്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അമ്മയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നു. വിനയരാജ് ചേരുന്നു. അങ്ങനെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സ്ഥിതിക്ക്, അമ്മയെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സ്ഥിതിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ധാരാളം ചോദ്യങ്ങളുണ്ട്. സാധാരണ ഒരു പ്രതിയോട് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും അവരുടെ മനോഘടന, അവരുടെ നിസ്സംഗത, അവരുടെ മൗനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ ഈ കുട്ടിയെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിരുന്നു, പീഡിപ്പിച്ചിരുന്നു. അത് നാളുകളായി ചെയ്തിരുന്നു. ഈ കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞതിൻ്റെ തലേന്ന് പോലും ആ കുട്ടിക്ക് അച്ഛൻ്റെ സഹോദരനിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നിരുന്നു എന്നതൊക്കെ കൂടി ചേരുമ്പോൾ അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ള ഈ കേസിൽ ഇനി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? പ്രതിയെ ഇപ്പോൾ നിലവിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ, മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലായിരുന്നു വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ലൈംഗിക ശേഷിയും കൂടാതെ DNA പരിശോധനയും നടത്തിയിട്ടുണ്ട്. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തോടു കൂടി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകും. തുടർന്ന് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ, അതായത് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങൾ അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മ സന്ധ്യയെ ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അമ്മയോട് ചോദിക്കാനും നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. എന്തിനാണ് ഈ 3.5 വയസ്സുകാരിയെ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ കൊന്നത്, മറ്റ് ഈ ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അമ്മയോടും ചോദിക്കാനുണ്ട്. ഈ പ്രതിയായിട്ടുള്ള അച്ഛന്റെ സഹോദരൻ നിരവധി തവണ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കുട്ടി നിരന്തരം പല തവണയായി പീഡനത്തിന് ഇരയാകേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ശരീരത്തും ആന്തരാവയവങ്ങളിലും അടക്കം മുറിവുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ ബന്ധുക്കളെയും മറ്റും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലിലായിരുന്നു സ്വന്തം അച്ഛന്റെ സഹോദരൻ തന്നെ, അതായത് ചെറിയച്ഛൻ തന്നെ ഈ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വിവരം പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ആദ്യം ഇത് നിരസിച്ചെങ്കിലും, താൻ ഇത്തരത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും പിന്നീട് തെളിവുകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലായിരുന്നു. അബദ്ധം പറ്റിയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ചോദിക്കൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് പ്രതി അവസാനമായി പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. കുട്ടി കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസവും ഇതേ പ്രതി, അതായത് അച്ഛന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നടക്കം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയോടാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളടക്കം ചോദിക്കേണ്ടതുണ്ട്. കുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്ന പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പിന്നീട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അമ്മയെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ പ്രധാനമായും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നായിരുന്നു. എന്നാൽ അതിന് തക്കതായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്നൊരു മറുപടി മാത്രമായിരുന്നു അമ്മ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനാണെങ്കിലും അമ്മ മൗനമായിരുന്നു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിൽ കുട്ടി ലൈംഗികമായി പീഡനത്തിനിരയാകേണ്ടി വന്ന സാഹചര്യമുണ്ട് ഒരു കാര്യവും അമ്മയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അമ്മ ഒരക്ഷരം പോലും മിണ്ടാതെ മൗനമായി തന്നെ തുടരുകയായിരുന്നു. അത് തന്നെയാണ് അമ്മയിലേക്ക് വലിയൊരു അന്വേഷണത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ടായിരുന്നത്. അമ്മയെയും ഈ ഒരു പിതൃ സഹോദരനെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും കൂടുതൽ ചോദ്യം ചെയ്യും. കൂടാതെ ഇപ്പോൾ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്, അമ്മയെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഈ കസ്റ്റഡി ലഭിച്ചതിനു ശേഷം ഈ തെളിവ് ശേഖരണവും മറ്റുമുണ്ട്. അമ്മയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി
കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് പോലീസ് അടക്കം ഇപ്പോൾ അറിയിക്കുന്നത്. MS. ശരി, വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയിൽ ഇനിയുള്ള ഓരോ നീക്കങ്ങളും സുപ്രധാനമാണ്. കേരളത്തിലെ പല കുടുംബങ്ങളിലും കുടുംബ വ്യവസ്ഥയും കുടുംബത്തിനകത്തുള്ള അരാജകാവസ്ഥയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കോടതിയുടെ ഇനിയുള്ള നീക്കുപോക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഇനി പോകാനുള്ളത് ടോപ്പ് ഹെഡ്ലൈൻസിലേക്കാണ്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുകയും ചെയ്യുന്നു.